അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഒരു പ്രത്യേകമായ ഒരു കാര്യം പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നിട്ടുള്ളത്. നമ്മുടെ കാർപ്പറ്റിട്ട പള്ളികളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പൊടികൾ, അതായത് നമ്മുടെ വാക്വം ക്ലീനർ വെച്ച് അത് ക്ലീൻ ചെയ്താൽ തന്നെയും പൂർണ്ണമായും പൊടികൾ പോകാറില്ല. നമ്മുടെ രോമങ്ങൾ, ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ കൊഴിയുന്നുണ്ട്, ശരീരഭാഗങ്ങൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പള്ളികളിലും വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്, മാത്രമല്ല വളരെ ചെറിയ പൊടി പോലും നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എനിക്കിതിനോടൊപ്പം പറയുവാനുള്ളത്, ഇത് നിങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിനെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്. ഇത് നമ്മുടെ പള്ളി പരിപാലകരായ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ കാരണം ഒരു ഉസ്താദുമാർക്കും ഒരു ബുദ്ധിമുട്ടും വരരുത്. നമ്മുടെ പള്ളി പരിപാലകരാണ് നമ്മുടെ പള്ളി കമ്മിറ്റി മെമ്പർമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഭവനം പരിപാലിക്കുന്നതിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇത് ഒരു മണിക്കൂർ കൊണ്ട്, വലിയ ഒരു പള്ളിയെ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഒരു കമ്മിറ്റിയിൽ 10 പേര് വിചാരിച്ചാൽ നമുക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും. കാരണം ഇങ്ങനെ ഇത് തറയിൽ ഇരുന്ന് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഓരോരുത്തർ മാറി അത് ചെയ്യുമ്പോൾ വളരെ റാഹത്തായിട്ട് അത് പൂർത്തിയാക്കി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പള്ളിയിൽ വരുന്നവർക്കാർക്കും ശ്വാസം മുട്ട് സംബന്ധമായിട്ടൊരു പ്രശ്നവും വരുത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പള്ളി എപ്പോഴും ക്ലീനായിരിക്കും. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം മുക്കിലോട്ട് കയറിപ്പോകും. അപ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിനെ കൊണ്ടല്ല, മുഅദ്ദിൻ ഉസ്താദിനെ കൊണ്ട് കൂസും അതുപോലെ തന്നെ എല്ലാം കഴിപ്പിക്കുന്നൊരവസ്ഥകൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. മുഅദ്ദിൻ ഉസ്താദിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അള്ളാഹു വലിയ സ്ഥാനമാണ് നാളെ ആഖിറത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ഥാനം കുറച്ചുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദിൻ്റെ ജോലി എന്ന് പറയുന്നത് പള്ളിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള മയ്യിത്ത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് നാം ചേർത്തുകൊണ്ട് പള്ളി ക്ലീനിങ്ങിനും മറ്റും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്ങിനുമായിട്ട് മുഅദ്ദിൻ ഉസ്താദിനെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ തിരക്കുകയും അങ്ങനെ ജോലിക്ക് വെക്കുകയും ചെയ്യരുത്. ഓരോ ജോലിക്കും അതിൻ്റേതായ ആൾക്കാരുണ്ട്. ഒരു ജോലിയും കുറച്ച് കാണുകയല്ല. ഓരോ ജോലിക്കും അതിൻ്റേതായ പറ്റിയ ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് അവർ മോശക്കാരായതുകൊണ്ടല്ല, നമുക്ക് എല്ലാ ജോലിയും നമുക്കറിഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി എൻ്റെ പള്ളി പരിപാലകർ എല്ലാവരും ശ്രദ്ധിക്കുക. മുഅദ്ദിൻ ഉസ്താദിനെ കൊണ്ട്, ഇമാമിനെ കൊണ്ട് എന്തായാലും ചെയ്യിക്കില്ലെന്നറിയാം, മുഅദ്ദിൻ ഉസ്താദിനെ കൊണ്ട് ക്ലീനിങ് പരിപാടികൾ ചെയ്യിക്കരുത്. നിങ്ങൾ വളരെ ആദരവോടുകൂടി കാണേണ്ട ഒരു പ്രമുഖ ഒരു ഉസ്താദാണ് മുഅദ്ദിൻ ഉസ്താദ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആഖിറത്തിൽ നമുക്ക് വിജയം കിട്ടണം. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു പോകും, മനസ്സിലായില്ലേ? അതൊക്കെ കഴിഞ്ഞു പോകും. നാളെ ആഖിറത്തിലാണ് വലിയ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചതിനെല്ലാം പ്രതിഫലം അവിടെ കിട്ടും. നന്മ ചെയ്തവർക്ക് നന്മ കിട്ടും, തിന്മ ചെയ്തവർക്ക് അതും കിട്ടും. അവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പള്ളിയിലെ ഭക്ഷണം കൊണ്ടുവരുന്നതിനും ക്ലീനിങ്ങിനും ബാത്റൂം കഴുകുന്നതിനൊക്കെ ആയിട്ട് പ്രത്യേകം ഒരാളെ തയ്യാറാക്കി വെക്കുകയും അദ്ദേഹത്തിന് അതിനായ ശമ്പളം കൊടുക്കുകയും ചെയ്യണം. ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.